എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ മത്സരത്തിന്റെ ഫിനിഷ് പോയിന്റ് കാണിക്കുന്നു. അവിടെ വസാബി ഫാമിലിയും വകാർഷി ഫാമിലിയും അവരുടെ രണ്ടുപേരുടെയും മത്സരാർത്ഥികൾക്കായിട്ട് കാത്തിരിക്കുകയാണ്. ജിറോജി ഇപ്പോഴും മൊറീനോയെ കുറിച്ചുള്ള ടെൻഷനിലാണ്. അപ്പോൾ ഒരു മീശക്കാരനെ കാണിക്കും. ഈ ഒരു കൊമ്പന്റെ അടുത്തേക്ക് വേറൊരു കിങ്കരൻ കടന്നു വന്ന് നമുക്ക് എവിഡൻസ് എല്ലാം കിട്ടി, അതെല്ലാം സേഫായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊമ്പമീശയുടെ കയ്യിൽ ഒരു ലെറ്റർ കൊടുക്കും. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചാപ്ലിൻ സാറാവട്ടെ മീശയുടെ അടുത്ത് കാര്യം എന്താണെന്ന് നൈസായിട്ട് ചോദിച്ചു മനസ്സിലാക്കും. കട്ട് ചെയ്താ ഇവിടെ സാസുകയും സഹക്കുറയും ആവട്ടെ പാറേന്റെ മേലെ നിന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അവള് പെട്ടെന്ന് അവളുടെ കയ്യിലുള്ള പവർ ഉപയോഗിച്ചുകൊണ്ട് താഴേക്ക് വീഴുന്നതിന്റെ ആ ഒരു സ്പീഡ് കൺട്രോൾ ചെയ്യും. എന്നിട്ട് മെല്ലെ മെല്ലെ സാസുകയെ ഒരു പാറയെ കിടത്തും. അവൻ ഇപ്പോഴും ബോധം വീണിട്ടില്ല. ഇനി മൊറീനോയെ അവനെ രക്ഷിക്കാനായിട്ട് കുട്ടപ്പന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അവൾ മനസ്സിൽ കണക്ക് കൂട്ടും. ഇവിടെ കുട്ടപ്പനാവട്ടെ അവന്റെ ബോഡിയിലെ ഓരോരോ സൂചികളായിട്ട് പിഴുതെറിയും. കുട്ടപ്പനുടനെ ഇതുകൊണ്ടൊന്നും നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല, ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനായിട്ട് സ്റ്റൈലായിട്ട് പറയും. പക്ഷെ വില്ലന്റെ കയ്യില് അവന്റെ കയ്യില് ആ ഒരു ബ്ലേഡ് ഉണ്ട്. കുട്ടപ്പന്റെ റെസൻ ഗൺ പവറും ഉണ്ട്. അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. മാത്രമല്ല ഇപ്പൊ എല്ലാവരെയും രക്ഷിക്കാനായിട്ട് കുട്ടപ്പൻ മാത്രമേ ബാക്കിയുള്ളൂ. എനിക്ക് കാര്യമായിട്ട് പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞ് കുട്ടപ്പനാവട്ടെ കൂലങ്കക്ഷമായിട്ട് ആലോചിച്ച് പതിയെ പതിയെ അവന്റെ ഓരോരോ ക്ലൗൺസിനായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങും. ഇത് കണ്ട് പച്ചമുടിക്കാരൻ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞ് ഞെട്ടി നിൽക്കുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ അവന്റെ 999 ക്ലൗൺസുമായിട്ട് വില്ലന്റെ മേലേക്ക് പറന്നു വന്ന് അടിക്കാൻ തുടങ്ങും. വില്ലൻ കൈനീട്ടി ഓരോ ക്ലൗൺസിനെയും ഈസി ആയിട്ട് തട്ടി തെറിപ്പിച്ച് കളയും. കുട്ടപ്പനുടനെ കാര്യം വഷളാകുന്നു മനസ്സിലാക്കി പെട്ടെന്ന് റെസൻ ഗൺ പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ വില്ലൻ അവന്റെ കൈ പിടിച്ച് തിരിച്ച് അവനെ മടക്കി ലോക്ക് ചെയ്യും. കുട്ടപ്പന്റെ വീഴ്ച കണ്ട് നമ്മുടെ പച്ചമുടിക്കാരൻ അവനെ കളിയാക്കാൻ തുടങ്ങും. നിനക്ക് മര്യാദയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അറിയില്ല, ഈ പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്, നീ ജീവനും കൊണ്ട് ഓടിക്കോ, അല്ലെങ്കിൽ നിന്റെ വില്ലേജിനായിരിക്കും നാണക്കേടെന്ന് അവൻ വീണ്ടും നമ്മുടെ കുട്ടപ്പനെ കളിയാക്കും. കുട്ടപ്പനെ എഴുന്നേറ്റിട്ട് എന്തൊക്കെയാണെങ്കിലും ഞാൻ തീർച്ചയായിട്ടും എന്റെ ഫ്രണ്ട്സിനെ രക്ഷിക്കും. ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാതെ ഒരിക്കലും നറൂട്ടോ പിന്മാറില്ല എന്ന് പറയുമ്പോ അതിനവൻ പറയും, നിന്റെ ഫ്രണ്ട്സ് വലിയ പാറയുടെ മേലെ നിന്നാണ് താഴേക്ക് വീണത്, തീർച്ചയായിട്ടും ഇതിനോടകം അവര് മരിച്ചിരിക്കും. കുട്ടപ്പൻ വീണ്ടും എഴുന്നേറ്റ് നിന്ന് അവന്റെ റെസൻ ഗൺ പവർ ഉപയോഗിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് ചാടി വീഴും. അവൻ കുട്ടപ്പനെ രണ്ടായി മടക്കി കറക്കി എറിയുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ വീണ്ടും അടിച്ചു വീഴും. അപ്പൊ നറൂട്ടോ കുട്ടപ്പൻ അവന്റെ കയ്യിലുള്ള ആ ഒരു ബ്ലേഡിലേക്ക് നോക്കും. ആ ബ്ലേഡില് ഇപ്പൊ ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട്. അപ്പോഴാണ് കുട്ടപ്പന് മനസ്സിലാവുക അത് റെസൻ ഗൺ പവർ ഉപയോഗിച്ചുകൊണ്ട് സാസുക ഫൈറ്റ് ചെയ്തപ്പോ സംഭവിച്ച ക്രാക്ക് ആണെന്ന്. അപ്പോഴായിരിക്കും കുട്ടപ്പൻ എന്തുകൊണ്ട് എനിക്കും അതേ റെസൻ ഗണ്ണ് പവർ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ അടുത്ത് ഫൈറ്റ് ചെയ്തുകൂടാ. കുട്ടപ്പൻ വീണ്ടും ഒരുപാട് ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ബ്ലേഡ് അത് നശിപ്പിക്കാനായിട്ട് ഓടി അടുക്കും. മൊറീനോ ആവട്ടെ അത് കണ്ട് വണ്ടർ അടിച്ചു നിൽക്കും. കാരണം കുട്ടപ്പൻ ഇപ്പോ ഒരുപാട് റിസ്ക് എടുത്ത് അവന്റെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സാക്കുറയുടെയും സാസുകയുടെയും കുട്ടപ്പന്റെയും എല്ലാവരുടെയും കഷ്ടപ്പാട് കാണുമ്പോ ഇപ്പൊ പതിയെ അവൻ അവരുടെ മേലെ ഒരു വിശ്വാസം വരാൻ ആരംഭിക്കും. കുട്ടപ്പൻ ചാടി വീണ് പിന്നീട് രണ്ട് ടീമും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം. കുട്ടപ്പൻ റെസൻ ഗൺ ഉപയോഗിക്കുമ്പോ അവൻ ബ്ലേഡ് വെച്ച് വീശും. അതിന്റെ ഇടയ്ക്ക് മൊറീനോ ആവട്ടെ കുട്ടപ്പനെ സഹായിക്കാനായിട്ട് ഫൈറ്റിന്റെ ഇടയിൽ കയറുമ്പോൾ പച്ചമുടിയന് അവന്റെ കലി കേറി വരും. കുട്ടപ്പൻ വീണ്ടും അവന്റെ റെസൻ ഗൺ പവർ എടുത്തുകൊണ്ട് ഓട്ടി അവന്റെ അടുത്തെത്തി ആ ഒരു ബ്ലേഡില് ഒരൊറ്റ അടി. ആ അടിയില് ബ്ലേഡ് പൊട്ടിച്ചെതറുമ്പോ നമ്മുടെ വില്ലന്റെ കണ്ണ് തള്ളിപ്പോവും. കലി പടങ്ങാതെ കുട്ടപ്പൻ അതേ പവറില് കറക്കിയെടുത്ത് അവന് വലിച്ചെറിയും. കുട്ടപ്പൻ അടിച്ചു പൊളിച്ചു എന്ന് സാക്കുറ ചാടിത്തുള്ളി പറയും. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ കുട്ടപ്പനാവട്ടെ വില്ലനെ അവനെ അടിച്ചോടിച്ചു. കുട്ടപ്പൻ ഓടി വന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ സാക്കുറയും സാസുകയും അവിടെ സേഫ് ആയിട്ടിരിക്കുന്ന കാണും. ഉടനെ സാക്കുറ താഴെന്ന് കുട്ടപ്പാ നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാർക്ക് ആ ഒരു മത്സരത്തെക്കുറിച്ച് ഓർമ്മ വരിക. പക്ഷെ ഇപ്പോ ആ ഒരു പാലം അത് മുഴുവനായിട്ടും തകർന്നു കിടക്കുകയാണ്. അപ്പൊ മൊറീനോ പറയും, ഞാൻ ആകെയുള്ള ആ ഒരു കയറിൽ കയറി പിടിക്കാം, നീ കറക്റ്റായിട്ട് ആ റോപ്പ് കട്ട് ചെയ്യണം, അപ്പൊ ഞാൻ എളുപ്പത്തില് അപ്പുറത്തെത്തുമെന്ന് നമ്മുടെ ചെറുക്കൻ പറയും. അപ്പൊ വീണ്ടും മൊറീനോ, ജിറോജിക്ക് എന്നെ ഒരുപാട് വിശ്വാസമാണ്, എന്തു വില കൊടുത്തും എനിക്കത് സംരക്ഷിക്കണമെന്ന് പറയുമ്പോൾ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ജിറോജി പറയും, ഈ ഗ്രാമം മുഴുവൻ നിന്നെ അവിശ്വസിക്കുകയാണ്,
പക്ഷെ എനിക്ക് നിന്നിൽ ഒരുപാട് വിശ്വാസമുണ്ട്. മൊറീനോ വീണ്ടും പറയും, ഇതുവരെ ഞാൻ ആരെയും വിശ്വസിച്ചിട്ടില്ല. ഞാനിപ്പോ ഇവിടം വരെ എത്തി, അതിന് കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്. എനിക്ക് നിങ്ങളെല്ലാം ഇപ്പൊ ഒരുപാട് വിശ്വാസമാണെന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ, ആദ്യം നമുക്ക് ഈ റേസ് എത്രയും പെട്ടെന്ന് ജയിക്കണം, ബാക്കി പിന്നീട് പറയാന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവനെ ബൂസ്റ്റ് ചെയ്യുമ്പോ അവനാവട്ടെ അവന്റെ കത്തിയെടുത്ത് കുട്ടപ്പന്റെ കൈ കൊടുക്കും. കുട്ടപ്പൻ റോപ്പ് കട്ട് ചെയ്യുമ്പോ അവര് രണ്ടുപേരും പറന്നപ്പുറത്തേക്ക് പോകും. ഇവിടെ ഫിനിഷിംഗ് പോയിന്റിൽ എല്ലാ ജനങ്ങളും വസാബി ഫാമിലി ജയിക്കാനായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സമയത്ത് വകാരഷി ഫാമിലിയിലെ ആ ഒരു സുസുക്കി അവൻ ഓടി വന്നോണ്ടിരിക്കുകയാണ്. യാഹൂ, ഞാൻ ജയിച്ചേന്ന് പറഞ്ഞ് അവൻ ഓടിക്കൊണ്ടിരിക്കുമ്പോ ഇവിടെ നമ്മുടെ ആൾക്കാരാവട്ടെ കയറിൽ തൂങ്ങി വന്നോണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ അവന്റെ ചക്ര പവർ കാലേ കൊണ്ടുവന്നിട്ട് കറക്റ്റ് ആയിട്ട് ആ ഒരു പാറയുടെ മേലേക്ക് അവനെ എത്തിക്കും. ഉടനെ പുറകിന് സാക്കുറ വിളിച്ചു പറയും, കുട്ടപ്പാ വേഗം ഓടിക്കോ അല്ലെങ്കിൽ തോറ്റു പോകുമെന്ന്. ഇവിടെ ഫുക്കുസുക്കു ആവട്ടെ ഹായ് ആയിട്ട് റിലാക്സ്ഡ് ആയിട്ട് കൈയൊക്കെ വീശി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അവന്റെ ടീം അങ്ങനെ തന്നെ കമോൺ കമോൺ സൂപ്പറായിട്ട് ഓട് എന്നൊക്കെ പറഞ്ഞ് അവനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അവൻ അത് മൈൻഡ് പോലും ചെയ്യാതെ വലിയ ജാടയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഓൾമോസ്റ്റ് അടുത്തെത്തുന്നത് കാണുമ്പോൾ ഇവിടെ ജിറോജിയുടെ ആൾക്കാർക്ക് ഒരുപാട് ടെൻഷനാവും. പക്ഷെ ജിറോജിക്ക് അവൻ ഇപ്പോഴും അവന്റെ മേലെ ഒരുപാട് വിശ്വാസമാണ്. ദൂരത്ത് നിന്ന് അങ്ങോട്ട് ആരോ വരുന്നുണ്ട്. ആൾക്കാരെല്ലാവരും ആകാംക്ഷയോട് കൂടെ അവിടേക്ക് നോക്കി നിൽക്കും. മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ മൊറീനോ. വസാബി ഫാമിലി എന്നൊക്കെ വിളിച്ച് ആൾക്കാർ ആർപ്പ് വിളിക്കും. ഫുക്കുസുക്കു ഷോക്കായിട്ട് അവന്റെ ഓട്ടത്തിന്റെ സ്പീഡ് കൂട്ടും. അവന്റെ ടീമിലുള്ളവര് വേഗം ഓടിക്കോ, അവൻ അടുത്തെത്തിയെന്ന് വിളിച്ചു കൂവും. ഇവിടെ ഫുക്കുസുക്കു ടെൻഷനായിട്ട് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരത്തെ ഓടിയനെ, എന്തായാലും ഞാൻ പെട്ടു, എത്രയും പെട്ടെന്ന് ഓടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തോറ്റു പോകുന്നു പറഞ്ഞ് അവനും ഓടാൻ തുടങ്ങും. നമ്മുടെ മൊറീനോ ആൾ ഓൾറെഡി ഒരു ഗനിയനാണ്. അവന്റെ സ്പീഡ് കൂടി വരുന്നത് കാണുമ്പോ അവിടെ ജിറോജി ആവട്ടെ അവന്റെ പേര് വിളിച്ച് ആർപ്പ് വിളിക്കും. അവന്റെ കണ്ണില് ആനന്ദ കണ്ണീര് വന്ന് സന്തോഷത്തില് അവൻ മുമ്പോട്ട് കുതിക്കുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ മൊറീനോ മൊറീനോ എന്ന് വിളിച്ചു കൂവിക്കൊണ്ടേയിരിക്കും. അവര് രണ്ടുപേരും ഓടി ക്ലോസ് എത്തിയ ഉടനെ മൊറീനോ ആവട്ടെ എടുത്തു ചാടി ഫസ്റ്റ് അടിക്കും. ജനങ്ങളെല്ലാവരും അവര് ചാടി എഴുന്നേറ്റ് ആർപ്പ് വിളിക്കും. പക്ഷെ എന്താ, നമ്മുടെ വില്ലന്മാരുടെ കാറ്റ് പോയി. അവര് ശശിയായിട്ട് അങ്ങനെ നോക്കി നിൽക്കും. മൊറീനോ സ്റ്റൈലായിട്ട് അകത്തേക്ക് കയറി വന്ന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ജ്വല്ല് അത് താഴെ വയ്ക്കും. ജിറോജിക്ക് അവനോടിപ്പോ ഒരുപാട് സ്നേഹമാണ്. അവനെ കെട്ടിപ്പിടിച്ച് ഒരു മുത്തമിട്ട് കൊടുത്ത് നീ എന്റെ സ്വത്ത് കുട്ടിയാണെന്ന് പറയും. പക്ഷെ മൊറീനോ അവൻ സാഡായിട്ട് ജിറോജിയുടെ കാൽക്കൽ വീണ് അവനോട് മാപ്പ് പറയും. അപ്പൊ ജിറോജിക്ക് കൺഫ്യൂഷനായിട്ട് ജയിച്ചതിന് ശേഷവും നീ എന്തിനാണ് മാപ്പ് പറയുന്നതെന്ന് അവന്റെ അടുത്ത് ചോദിക്കും. അപ്പൊ ജിറോജി, നോ, നിനക്കറിയാൻ പാടില്ല പൊന്നെ, നീയാണ് ഇപ്പോഴത്തെ ഹീറോ. നിനക്ക് വേണ്ടി നമ്മുടെ ഗ്രാമം തന്നെ ഇപ്പൊ കാത്തിരിക്കുകയാണെന്ന് പറയുമ്പോ ഒരുപാട് ആൾക്കാര് അവന്റെ പേര് വിളിച്ച് അവിടെ ആർപ്പ് വിളിക്കും. ഇവിടെ ഫുക്കുസുക്കുനെ അവന്മാർ രണ്ടുപേരും കൂടെ എടുത്തിട്ട് ഇണ്ടടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നിന്നോട് മര്യാദയ്ക്ക് ഓടാൻ പറഞ്ഞു, പക്ഷെ നീ കേട്ടില്ല. ആന്റിമാരെയും കെട്ടിപ്പിടിച്ചിരുന്ന് നീ എല്ലാം നശിപ്പിച്ചു എന്ന് പറഞ്ഞ് അവരവനെ ചവിട്ടിക്കൂട്ടും. അതേസമയം ഇവിടെ നമ്മുടെ ആളെ വലിയൊരു ബോക്സിന്റെ മേലെ കയറ്റി നിർത്തി വസാബി ഫാമിലിയിലെ ഫുക്കുസുക്കു ഈ ഒരു മത്സരത്തില് ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു എന്ന് അവർ വിളിച്ചു പറയും. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷിച്ചു നിൽക്കുമ്പോ ലോങ് ഷോട്ടിലായിട്ട് അവരുടെ എതിർ ടീമിലെ രണ്ടുപേര് അവിടേക്ക് കടന്നു വരും. നിങ്ങൾ മറ്റു വില്ലേജിൽ നിന്ന് നിഞ്ചാസിനെ ഹയർ ചെയ്താണ് ഈ ഒരു മത്സരം ജയിച്ചത്. സോ നിങ്ങൾക്കെതിരെ ഇത്രയും വലിയ കുറ്റമുള്ള സ്ഥിതിക്ക് തീർച്ചയായിട്ടും ഈ മത്സരം നിങ്ങൾ വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കാൻ പാടില്ല എന്ന് അവര് പറയും. പിന്നെ കുട്ടപ്പൻ അവനെ പൊക്കിയെടുത്തോണ്ട് ഓടുന്ന ആ ഒരു ഫോട്ടോയും അവര് കാണിച്ചു കൊടുക്കും. അതുകൊണ്ട് ചാപ്ലിൻ സാർ പറയും, ഇത്രയും വലിയ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ ജയിച്ചത് വസാബി ഫാമിലി അല്ല, മറിച്ച് വകാരഷി ഫാമിലിയാണെന്ന്. ചീറ്റിംഗ് ചെയ്ത മൊറീനോയെ പുറത്താക്കി ഇനി വസാബി ഫാമിലിക്ക് മേലാൽ മത്സരിക്കാൻ പോലും അനുവാദം കൊടുക്കാൻ പാടില്ല എന്ന് പറയും. അപ്പൊ കറക്റ്റ് ടൈമില് ഒരു മീശക്കാരൻ അവിടേക്ക് വരും. ഈ മീശക്കാരനെയാണ് നമ്മൾ നേരത്തെ കണ്ടത്. നിങ്ങൾ പറഞ്ഞ തരത്തില് യാതൊരു റൂൾസും ഇല്ല. ഇവിടെ ജയിച്ചത് വസാബി ഫാമിലി തന്നെയാണെന്ന് ആള് പറയും. ഈ കാണുന്ന മീശക്കാരനാണ് ഈ ഒരു വില്ലേജ് ഭരിക്കുന്ന പ്രധാന ആള്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹൊക്കാഗെ പോലെ. ആക്ച്വലി ഈ ചാർലി ചാപ്ലിൻ മോറിനാണ് ആര് ജയിച്ചു ആര് തോറ്റു എന്ന് പറയേണ്ടത്. പക്ഷെ അവൻ വകാരഷി ഫാമിലിയുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങി അവർക്ക് സപ്പോർട്ട് ചെയ്യും. ഉടനെ മീശക്കാരൻ ചാപ്ലിൻ കൈക്കൂലി വാങ്ങുന്ന ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കും. സോ നിങ്ങൾക്കെതിരെ ഇത്രയും വലിയ പരാതിയുള്ള സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകാനായിട്ട് ആവശ്യപ്പെടും. വകാരഷി ഫാമിലിയുടെ എല്ലാ ചുറ്റിക്കളിയും കണ്ടുപിടിച്ച് അവരെയും അവിടുന്ന് പുറത്താക്കും. അങ്ങനെ ഒടുവില് വസാബി ഫാമിലി തന്നെ ജയിച്ചു.
ഇവിടെ നമ്മുടെ ആൾക്കാരെ തിരികെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സമ്മാനമായിട്ട് ഒരു അടിപൊളി ലക്ഷറി കപ്പൽ തന്നെ കൊടുക്കും. കപ്പലില് ഇവിക്കി മൊറീനോയെ കാണുമ്പോ നമ്മുടെ കുഞ്ഞു മൊറീനോ ആവട്ടെ, ചേട്ടാ പ്ലീസ് ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞ് യാചിക്കും. നീ ആരാണ്? എന്നെ ഒരിക്കലും നീ ചേട്ടാന്ന് വിളിക്കാൻ പാടില്ല. 3 വർഷങ്ങൾക്ക് മുൻപേ നിന്റെ ചേട്ടൻ മരിച്ചുപോയി. അപ്പോഴായിരിക്കും മൊറീനോയ്ക്ക് 10ാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ മനസ്സിലാവുക. ലൈഫില് ആരെയും ദ്രോഹിക്കാൻ പാടില്ല. നമ്മളെ വിശ്വസിക്കുന്നവരെ നമ്മൾ തിരിച്ചും വിശ്വസിക്കണം. അവന്റെ ചോദ്യവും അത് തന്നെയായിരുന്നു. ഗ്രൂപ്പിലുള്ളവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുക. അവരിൽ ആര് ജയിക്കുന്നോ അവനാണ് വിജയി. സോ ഫൈറ്റ് ചെയ്യാൻ നിന്നവരെല്ലാവരെയും അവൻ പുറത്താക്കി. കുട്ടി മൊറീനോയുടെ ഇപ്പോഴത്തെ മാറ്റം കണ്ട് നമ്മുടെ ചേട്ടന് ഒരുപാട് സന്തോഷാവും. കപ്പൽ പതിയെ മുന്നോട്ട് നീങ്ങും. മൊറീനോ കുട്ടനാവട്ടെ ഓടി നടന്ന് അവർക്ക് ടാറ്റ കൊടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ സാസുകയ്ക്ക് ആ ഒരു വില്ലനെ അടിച്ചു തോൽപ്പിക്കാൻ കഴിയാത്തതില് നല്ല വിഷമമുണ്ട്. ഇവിടെ പാവം കുട്ടപ്പൻ ഒന്നും അറിയാതെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.